എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം കനകയ്ക്ക് പറയാൻ പറ്റുന്ന അത്യാവശ്യം ചീത്തകളൊക്കെ ജലജേനും പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, ശരി ശരി ശരി, ഏതായാലും നീ ഇപ്പം ചെയ്ത ഈ പ്രവൃത്തി ഈ വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടില്ല, അതുപോലെ ഞാൻ ചെയ്തതും അറിയണ്ട എന്നിങ്ങനെ പറയുക. അന്നേരം കനക പറയുന്നുണ്ട്, അയ്യോ അതിന് ഞാൻ ചെയ്തത് അത്രയും വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ല, ഞാൻ ചെയ്തതിൻ്റെ കാരണവും എന്തുകൊണ്ടാണ് എന്നൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പം അതിൻ്റെ അകത്തെ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും. നിനക്ക് ഒരെണ്ണം തന്നാൽ പോരാ എന്ന് എല്ലാവരും എന്നോട് പറയുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയും. അതുപോലെയല്ല നീ ചെയ്ത തെറ്റ്. ഈ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും സഹിതം എല്ലാവരും സ്വർണത്തെ ദൈവത്തിന് തുല്യമാണ് കരുതുന്നത്. അതാണ് അവരുടെ ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ ആ സ്വർണം മോഷ്ടിച്ച് നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് കനക ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് ചെറിയ സംശയം തോന്നാറുണ്ട്, നീ ആ അച്ഛൻ്റെ അമ്മയുടെ മോള് തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം ഒരു ഞെട്ടലാട്ടോ ജലജയ്ക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അതിൻ്റെ ഗുണമൊന്നും കാണുന്നില്ല, എന്തൊക്കെയോ ഒരു പാകപ്പഴ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, പിന്നെ നിൻ്റെ കുറച്ച് ചരിത്രങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറയും. അതെങ്കിലും ജലജ പെട്ടെന്ന്, എന്ത് ചരിത്രം അറിയാമെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കും. അദ്ദേഹം പറയും, അല്ല ചില കാര്യങ്ങൾ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ ജന്മത്തിൽ എന്തോ ഒരു പാകപ്പഴയുണ്ടെന്ന്. അതേ പാകപ്പഴ തന്നെയാണ് നിൻ്റെ മകൻ്റെ ജന്മത്തിലുള്ളത്, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയും. അന്നേക്ക് ഒരു ചെറിയ പരിങ്ങിലും ഒരു ടെൻഷനൊക്കെ വന്നിട്ടുണ്ട് ജലജയ്ക്ക്. അന്നേരം കനക പറയും, ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് നീ വേർക്കണ്ട, നീ അങ്ങോട്ട് ചെല്ല്, ഇനി അടുത്ത ഐഡിയ ആലോചിക്കുക, എന്നെ മക്കളെ ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് വിടാമെന്ന്. അതുകൊണ്ട് അതിനു വേണ്ടി കൂടെ നിൻ്റെ മോനെയും കൂട്ടിക്കോ, അതാ നല്ലത് എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ടങ്ങ് ഇറങ്ങി പോവാണ് ജലജ. അന്നേരം കനക മനസ്സിലോർക്കുന്നുണ്ട്, ഇതൊന്നും അല്ലടി, ഇതിലും വലിയത് നിനക്കിട്ട് ഞാൻ തരുന്നുണ്ട് എന്ന് ഓർത്ത് നിൽക്കുന്ന കനകയും കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ പത്രമൊക്കെ വായിച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് നയന ചായയായിട്ട് വരും. ചായ കൊടുത്തു കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോളെ ആ നന്ദുവിനോടും ഗോവിന്ദനോടും ഇവിടെ വന്ന് നിൽക്കാൻ പറയാൻ മേലായിരുന്നു, 2 ദിവസം വിവാഹമൊക്കെ ആയില്ല, അവരെന്തിനാണ് ഇനി അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അയ്യോ അമ്മ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക, ഒരുപാട് ദിവസമായില്ലേ വന്നിട്ട് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയും, ഉടനെ ഒന്നും ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഇനി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നവ്യ മോളെ കൂട്ടിക്കൊണ്ട് പോകില്ലേ, ആ ചടങ്ങോട് കൂടി അങ്ങ് പോയാൽ മതി എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലെങ്കിലും കനക ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി പിന്നെ നവ്യമോളുടെ സ്വഭാവത്തിൽ നല്ല ഒരു അടുക്കും ചിട്ടയും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും ഒക്കെ ഒരു മിതത്വം ഉണ്ട്, അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് തോന്നുന്നതായിരുന്നു കഴിക്കുന്നത്, അതെല്ലാം മാറി എന്നൊക്കെ മുത്തശ്ശി പറയും. അത് കഴിഞ്ഞ് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദുവിനോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ, ഗോവിന്ദനില്ലെങ്കിലും. കല്യാണ വീടൊക്കെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നും പോയൊക്കെ ഇരിക്കില്ല, അതിലേതെങ്കിലും നല്ല ചെറുക്കന്മാർക്ക് നന്ദുവിനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ആ വിവാഹം നടത്തി വിടാലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം നയന പറയുന്നുണ്ട്, അവൾക്ക് വിവാഹത്തിനോട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് നടക്കുന്നത് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, എനിക്കറിയാം അവൾ വലിയ കരാട്ടക്കാരിയാണെന്നും പലരെ ഇടിച്ചിട്ടിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അവളൊരു പാവമാണ്, അങ്ങോട്ട് കയറി ഇടിക്കാറൊന്നുമില്ല, ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരെ വെറുതെ വിടാറുമില്ല എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ എനിക്കിപ്പോഴും വിവാഹത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെയാണല്ലോ അവൻ്റെ പെരുമാറ്റം, മോൾക്കൊന്ന് ചോദിച്ചു നോക്കാൻ മേലായിരുന്നോ അവൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ തന്നെ ആ നന്ദുവായിട്ട് അവൻ നല്ല കൂട്ടല്ലേ, അവളോടൊന്ന് ചോദിക്കാൻ പറയാൻ മേലായിരുന്നു, അവൻ്റെ മനസ്സിലെന്താണെന്ന് അറിയാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയും, ഇതിപ്പം എന്താണെങ്കിലും അവൻ്റെ മനസ്സിൽ എന്താണെങ്കിലും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഞാൻ അനാമികയുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തതാണ്, ഇനി ആ വാക്കൊന്നും മാറ്റാൻ പറ്റില്ല. അതുമാത്രമല്ല അനാമികയും ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിൽ ആരുണ്ടെങ്കിലും അറിയേണ്ട കാര്യമില്ല, കാരണം അറിഞ്ഞിട്ടും ആ വഴിയൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ. ഏതായാലും അനിയയുടെ വിവാഹം നടക്കുകയാണെങ്കിൽ ഈ ഉറപ്പിച്ച ഈ വിവാഹമേ നടക്കുകയുള്ളൂ, അതല്ലാതെ ആ വാക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം കൊണ്ടേ അത് മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോവുകയാണ്. അന്നേരം നയന മനസ്സിലോർക്കുന്നുണ്ട്, ഈശ്വര രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കിയത് എത്രയോ നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ നയന മനസ്സിലോർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നയന നന്ദുവിനെ വിളിക്കും കേട്ടോ. അപ്പോൾ ഈ നന്ദു ഈ സമയത്ത് അനി പറഞ്ഞ ഓരോ കാര്യമുണ്ടല്ലോ, അനാമികനെ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവളിപ്പോഴും എന്നെ മര്യാദ പഠിപ്പിക്കാനാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അനാമികയെ പറ്റി ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ഓർക്കുന്നുണ്ട് കേട്ടോ നന്ദു. ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നയനെ വിളിക്കുന്നത്. നയനെ വിളിച്ച് സംസാരിക്കുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, മോൾ എന്താ ഇപ്പോഴും ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്, മോളോട് ഞാൻ പറഞ്ഞല്ലായിരുന്നു ആക്റ്റീവ് ആകണമെന്ന് പറഞ്ഞല്ലായിരുന്നോ എന്ന് ചോദിക്കും. ഇപ്പോൾ നന്ദു പറയും, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകാറുണ്ടല്ലോ, ഒരിക്കലും ഞാൻ അനിയനെയും പുറത്ത് വെച്ച് കണ്ടായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം നയനെ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, നീ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്, അത് കഴിഞ്ഞ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ നിനക്ക് ആകെ വിഷമമാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, മോളെ നീ ഒന്ന് ആക്റ്റീവ് ആകുക, നീ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പം അച്ഛന് സങ്കടമല്ലേ, അതുകൊണ്ടല്ലേ ചേച്ചി പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, നീ ഏതായാലും ഇനി
ഇനിയിപ്പോൾ അവിടെ തന്നെ ഇരിക്കേണ്ട, ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നിൽക്കുക, അപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളപ്പോൾ നിനക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നും വരികയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, വിവാഹത്തിൻ്റെ തലേദിവസം മാത്രമേ ഞാൻ അങ്ങോട്ട് വരുവുള്ളൂ, അതിനു മുമ്പ് വരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വെക്കുവാണ് നന്ദു. എന്നിട്ട് ഈ കാര്യം കേൾക്കുക ഗോവിന്ദൻ. അന്നേരം ഗോവിന്ദൻ ആരാന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, നയനേച്ചിയാണ്, അങ്ങോട്ട് നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞതാ എന്ന് പറയും. അപ്പം ഗോവിന്ദൻ പറയും, അനിയെ മറന്നു എന്നല്ലേ നീ പറഞ്ഞേ, പിന്നെ അങ്ങോട്ട് പോകുന്നതിന് എന്താ കുഴപ്പം, അവർ വിളിച്ചതല്ലേ, പോയാലോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, എന്നെ ആരും നിർബന്ധിക്കേണ്ട, വിവാഹത്തിൻ്റെ അന്നല്ലാണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അകത്തോട്ട് കയറി പോവാണ്. ആകെ ഒരു ചെറിയ വിഷമത്തോടെ നിൽക്കുവാണ് ഗോവിന്ദൻ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും ആദർശോടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ഓണത്തേക്കാളും നല്ല സെയിലുണ്ടല്ലേ ഈ പ്രാവശ്യം എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, 2020 താന്നു പോയതല്ലേ സെയിൽ, അത് കഴിഞ്ഞ് അതിനേക്കാളും ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം നല്ല തിരക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അങ്ങോട്ടേക്ക് നയന മുത്തശ്ശനുള്ള ലൈം ജ്യൂസും ആദർശനുള്ള ചായയായിട്ട് വരുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴും ഇങ്ങനെ ചായ വേണ്ട, കാപ്പിയാണേലും മതി, പാൽ ഒരുപാട് ചെന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ശരിയാകില്ല എന്ന് പറയും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ട് ജയൻ വന്നുണ്ട്. അപ്പം ജയൻ ഒരുപാട് സന്തോഷത്തോടെ പറയുന്നുണ്ട്, അതേ ഒരു വിശേഷമുണ്ട് കേട്ടോ, അത് പറയുമ്പോൾ നയനമോൾക്ക് ഭയങ്കര സന്തോഷമാകും എന്നിങ്ങനെ പറയുമ്പം എന്താ സംഭവം എന്നറിയാതെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം ജയൻ ചോദിക്കും, ഈ വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ എന്തി എന്നിങ്ങനെ ചോദിച്ചിട്ട് വിളിക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അന്തേക്കും ദേവയാനിയും ജലജയൊക്കെ ഇറങ്ങി വരും. അന്നേരം ദേവയാനി, നീ അറിഞ്ഞോ, ഏതായാലും ഞാൻ പറയുന്ന കാര്യം നയനമോളുടെ ഒപ്പം നിന്ന് നീയും കേൾക്കേണ്ടതാണ് എന്ന് പറയും. അന്നേരം എന്താ കാര്യം എന്ന് എല്ലാവരോടും ആകാംക്ഷയോടെ ചോദിക്കുക. അന്നേരം കേൾക്കാനുള്ള എല്ലാവരും വന്നല്ലോ, ഇനി പറയാം എന്ന് പറഞ്ഞിട്ട് ജയൻ പറയുന്നുണ്ട്, ഈ പ്രാവശ്യത്തെ ഓൾ ഇന്ത്യ ഡിസൈനർ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് നയനമോളുടെ ഡിസൈനാണ്, അവരത് വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അന്നേരം അതിൻ്റെ കൂടെ ജയൻ പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു അവാർഡ് കിട്ടുന്നത് ആദ്യമായിട്ടാണെന്ന് പറയും. അന്നേക്കും മുത്തശ്ശൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മുത്തശ്ശൻ എഴുന്നേറ്റ് നയനയ്ക്ക് കൺഗ്രാസ് പറയുന്നുണ്ട്. അന്നേക്കും അങ്ങോട്ട് അഭി വരും കേട്ടോ. അന്നേരം അഭി ചോദിക്കും, ഇവിടെ എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് ജലജയോട്. അന്നേരം ജലജ പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആട്ടെ, നിന്നോട് ഞാൻ പിന്നെ പറയാം, ഇപ്പം നമ്മൾ അവൾക്ക് കൈ കൊടുത്തില്ലെങ്കിൽ അസൂയാന്ന് എല്ലാവരും പറയും, അതുകൊണ്ട് നീ കൈ കൊടുക്കുക എന്ന് പറയും. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാമെന്ന് പറയുമ്പോൾ പിന്നെ പറയാമെന്ന് പറയും. എന്നിട്ട് എല്ലാവരും കൈ കൊടുക്കാൻ വേണ്ടി നിൽക്കുക. നമ്മുടെ ദേവയാനി വന്ന് നിൽക്കുന്നു. ദേവയാനിക്ക് ആകെപ്പാടെ ഒരു വിഷമമാണ് കേട്ടോ, തോറ്റു പോകുന്ന പോലെ ഒരു മോഭാവമാണ്. അടുത്ത് വന്നിട്ട് വേറെ നിവൃത്തിയില്ലാതെ പയ്യെ കൈ കൊടുത്തിട്ട് പറയും കൺഗ്രാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അതുപോലെ ജലജയും അഭിയും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൺഗ്രാസ് ഒക്കെ പറയും. പക്ഷേ ആദർശ് മാത്രം അങ്ങനെയൊന്നും പറയുന്നില്ല കേട്ടോ. അന്നേരം നയന ഓർക്കുന്നുണ്ട്, എല്ലാവരും എന്നെ അഭിനന്ദിച്ചു, ആദർശമായിട്ട് മാത്രം എന്നെ അങ്ങനെ അഭിനന്ദിക്കുകയൊന്നും ചെയ്യാത്ത എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നയനമോൾക്ക് തിരക്കായിരിക്കും, ഇൻ്റർവ്യൂവിനായിട്ട് പത്രക്കാരും ഒക്കെ വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ജയനും പറയുന്നുണ്ട്, ഉറപ്പായിട്ടും അവരിനിപ്പം നയനമോളെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. ഏതായാലും ഇതൊരു ആദ്യത്തെ സംഭവമായി പോയി നമ്മുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാട്ടോ ജയനൊക്കെ. അബയ്ക്കും അതുപോലെ ജലജയ്ക്കും ദേവയാനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ആകെ വിഷമത്തിലാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പം പരസ്യത്തിന് വേണ്ടി വേറെ പൈസ മുടക്കേണ്ട കാര്യമില്ലല്ലോ, ഈ അവാർഡിൻ്റെ കാര്യം എഴുതി മുകളിൽ ഫ്ലെക്സൊക്കെ ഫോട്ടോയും വെച്ച് ഒരു ഫ്ലെക്സൊക്കെ അങ്ങ് വെച്ചാൽ മതിയെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം ജയൻ പറയും, നാളെ പത്രത്തിൽ വരും ഈ ന്യൂസ്, എല്ലാ പത്രത്തിലും കാണും, മുകളിൽ ഫോട്ടോയും ഒക്കെ കാണുമെന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ദേവയാനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അന്തേക്കും ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരും. അത് ചാനലിൽ നിന്നാണ്, ഒരു ഇൻ്റർവ്യൂ വേണം എന്ന് പറഞ്ഞ് വിളിച്ചാൽ കേട്ടോ നയനയുടെ. ശരിയെന്ന് പറഞ്ഞിട്ട് വെക്കും. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് പേപ്പറിൽ നിന്നാണ്, അവർക്ക് നയനയുടെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന്, അവരിങ്ങോട്ട് വരുന്നുണ്ട് എന്നിങ്ങനെ പറയും. അന്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവർക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഏതായാലും അവർ വന്നതിന് മുമ്പ് റെഡിയാകാം എന്ന് പറഞ്ഞ് നയനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അന്നേരം മുത്തശ്ശൻ കനകയോട് ചോദിക്കുന്നുണ്ട്, കനക, നവ്യമോൾക്ക് ഇതുപോലെയുള്ള കഴിവുകളൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം കനക പറയുന്നുണ്ട്, കഴിവുകളുണ്ടോ എന്നറിയാൻ അവൾ ഇതിനൊന്നും ശ്രമിച്ചിട്ടില്ല, അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. പിന്നെ നയനമോൾ ചെറുപ്പത്തിൽ തൊട്ട് അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ കിട്ടിയത് എന്ന് പറയും. അത് കഴിഞ്ഞ് മുത്തശ്ശൻ ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട്, ദേവയാനി, നിൻ്റെ മരുമോൾക്കാണ് ഇതുപോലൊരു അവാർഡ് കിട്ടിയത്, അതിൻ്റെ പേരിൽ നിനക്ക് അഭിമാനിക്കാം എന്നിങ്ങനെ പറയും കേട്ടോ. അതൊക്കെയും ആകെ വിഷമാവുന്നുണ്ട് ദേവയാനിക്ക് സങ്കടം. അന്ന് ആദർശ് നയനയുടെ തലയിൽ മുലപ്പൂ ഒക്കെ വെച്ച് കൊടുത്തല്ലോ, അതുപോലെ ഇതിൻ്റെ പേരിൽ ഇനിയും ആദർശ് നയനെ സ്നേഹിച്ചാലോ എന്ന് ഓർക്കുമ്പോൾ അതെല്ലാം ഓർത്തിങ്ങനെ ടെൻഷനിൽ നിൽക്കുക ദേവേനി. ഏതായാലും ആദർശം നയനയുടെ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പം ഇൻ്റർവ്യൂവിൻ്റെ തിരക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നയന ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു അവാർഡ് മേടിച്ചാൽ ആദർശേട്ടന് സന്തോഷമില്ലേ എന്ന് ചോദിക്കും. എന്നാൽ ആദർശ് പറയും, പിന്നെ സന്തോഷമില്ലേ, ഇനിയിപ്പം എൻ്റെ പേരും കൂടിയല്ലേ പത്രത്തിലൊക്കെ വരാൻ പോകുന്നത്, നയന ആദർശ് എന്നല്ലേ പേര് വരുള്ളൂ, അപ്പോൾ എൻ്റെ പേരും ആ കൂടെ വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് കേൾക്കും
നയനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അന്നേരം ആദർശ് ബാഗിൽ നിന്ന് ഒരു സാരി എടുക്കും. എന്നിട്ട് പറയും ഈ സാരി ഉടുത്താൽ മതി നീ ഇൻ്റർവ്യൂവിന് എന്ന് പറയും. അന്നേരം ഇത് തന്നെ പോരെന്ന് ചോദിക്കുമ്പോൾ അത് പോരാ, ഈ സാരി ഉടുക്കണം, എന്നിട്ട് നല്ല പക്വതയോട് കൂടി മറുപടിയൊക്കെ പറയണം കേട്ടോ അവർ വരുമ്പം എന്നിങ്ങനെ പറയും ആദർശ്. അന്നേരം നയന പറയുന്നുണ്ട് എനിക്ക് ഇത്തിരി പക്വത കുറവാണ്, എന്നാലും കുഴപ്പമില്ല, എൻ്റെ കൂടെയുള്ള ആൾക്ക് പക്വത ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയും. ഏതായാലും ആദർശ് നല്ല ഹാപ്പിയിലാണ്. എന്നിട്ട് ആദർശ് നയനോട് പറയുന്നുണ്ട് ഏതായാലും നീ ഈ സാരി പോയി ഒന്ന് ഉടുത്തിട്ട് വാ, ഞാനൊന്ന് കാണട്ടെ നല്ലതാണോ എന്ന് ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോവാണ്. ഒരുപാട് സന്തോഷത്തോടെ ആ സാരി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.